ഐഫോൺ ഉപയോഗിക്കുന്നവർക്ക് സിമ്പിളായ എന്നാൽ പവർഫുൾ ആയിട്ടുള്ളൊരു ചെറിയ സെറ്റിംഗ്സ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. നമുക്കറിയാം, നാം ഐഫോണിൽ നിന്ന് മറ്റൊരു ഐഫോണിലേക്കോ അതല്ലെങ്കിൽ മാക്ബുക്ക് അതുപോലെ തന്നെ ആപ്പിളിൻ്റെ പ്രൊഡക്റ്റുകളായ ഐപാഡ് പോലെയുള്ളതിലേക്ക് നമ്മൾ സാധാരണ എയർ ഡ്രോപ്പ് ചെയ്ത് നമുക്ക് ആവശ്യമായ ഫോട്ടോകളും വീഡിയോകളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് നേരിടുന്ന ഒരു പ്രശ്നത്തിൻ്റെ വലിയൊരു പരിഹാരമാണ് ഈ ഒരു ചെറിയ സെറ്റിംഗ്സിലൂടെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്ത് വെക്കുക. ഇതുവരെ എങ്ങനെ കാര്യം അറിയില്ലല്ലോ ബ്രോ, പറഞ്ഞതിന് താങ്ക്സ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുത്തോ, അറിയാത്തവർ അറിഞ്ഞിരിക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഏതാണ് ഈ സെറ്റിംഗ്സ് എന്നും എന്താണ് ഇതിൻ്റെ ഉപയോഗങ്ങളെന്നും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാബിർ വരിക്കോടൻ. ഫേസ് ടൈം എന്നതിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പ്രധാനമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഒരു 2-in-1 മാസ്ക് ആണ്. നിങ്ങൾ പല രീതിയിലുള്ള മാസ്കുകളും ഉപയോഗിച്ചിട്ടുണ്ടാകും. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കിടിലൻ മാസ്ക് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. മാസ്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിലുള്ള മാസ്കിനേക്കാൾ വളരെ സിമ്പിളായിട്ട് നമുക്കിതിനെ വെയർ ചെയ്യാൻ സാധിക്കും. അതേ രീതിയിൽ എൻ്റയർ ഫേസും അതുപോലെ കാതടക്കം നമുക്കിതിനെ മാസ്ക് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ വെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഹെയർ സ്റ്റൈലിനോ അതല്ലെങ്കിൽ മുഖത്ത് ഇത് ധരിച്ചതിൻ്റെ ഒരു ഇറിറ്റേഷനോ ഒന്നും ഇല്ലാത്ത രീതിയിൽ വളരെ സിമ്പിളായി ധരിക്കാൻ സാധിക്കുന്ന ഒരു മാസ്കാണ്. മാത്രവുമല്ല, ഇതിനെ നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ റൈഡിങ്ങിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിന് നമുക്കൊരു ഗ്ലാസ് ഷീൽഡും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ടുള്ളൊരു ഗ്ലാസ് ധരിക്കേണ്ട ആവശ്യമില്ല. ഇനി അതല്ലാത്തവർക്ക് ഇതിനെ റിമൂവ് ചെയ്തുകൊണ്ട് ഗ്ലാസ് ഉപയോഗിക്കുകയും അങ്ങനെ നിരവധി ഫീച്ചറുകൾ അടങ്ങിയ ഒരു കിടിലൻ മാസ്ക് ആണ്. വെറും 199 രൂപയ്ക്ക് നമ്മുടെ വെബ്സൈറ്റായ prapso.in വഴി നിങ്ങൾക്ക് ഇതിനെ ബുക്ക് ചെയ്യാൻ സാധിക്കും. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്കൊന്ന് പരിശോധിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയുടെ പ്രധാന ഭാഗത്തേക്ക് കടന്നു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞു ഐഫോൺ ഉപയോഗിക്കുന്നവർക്കുള്ള സിമ്പിളായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു സെറ്റിംഗ്സ് ആണെന്ന്. അഥവാ നമ്മൾ എയർ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് ആവശ്യമായ ഫോട്ടോകളോ അല്ലെങ്കിൽ വീഡിയോകളോ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ എനിക്ക് ആവശ്യമായ ഈ ഒരു വീഡിയോ ആണ് എനിക്ക് ഷെയർ ചെയ്യേണ്ടത് എങ്കിൽ നാം സാധാരണ ചെയ്യുന്നത് ഷെയർ ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് എയർ ഡ്രോപ്പ് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായ ഡിവൈസിലേക്ക് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് വ്യത്യാസം വരാറുണ്ട്. നാം സാധാരണ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒറിജിനൽ നമ്മൾ വീഡിയോ പകർത്തിയത് അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത ക്വാളിറ്റിയിലായിരിക്കില്ല നമ്മൾ മറ്റൊരു ഡിവൈസിലേക്ക് അഥവാ ഐഫോണിലേക്കോ മാക്കിലേക്കോ അല്ലെങ്കിൽ ഐപാഡിലേക്കോ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. കാരണം അത് നമ്മുടെ ഒരു ഡിഫോൾട്ടായിട്ട് ലഭിക്കുന്ന സെറ്റിംഗ്സ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് കംപ്രസ്ഡ് ആയിട്ടുള്ള ക്വാളിറ്റി കുറഞ്ഞ രീതിയിലായിരിക്കും നമുക്കത് ഷെയർ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഷെയർ ചെയ്യുന്നതിന് മുൻപ് ഈ ഷെയർ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് ഓപ്ഷൻസ് എന്നുള്ള ഈ ഭാഗം സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ നമുക്ക് ഓൾ ഫോട്ടോസ് ആൻഡ് ഡാറ്റ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഓൺ ചെയ്ത് വെക്കുക. അത് ഓൺ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് അതിന് താഴെ തന്നെ നിങ്ങൾക്ക് അവിടെ നൽകിയത് കാണാൻ സാധിക്കും. ഒറിജിനൽ ക്വാളിറ്റിയിലും അതുപോലെ അത് എഡിറ്റിംഗ് ചെയ്ത ആ ഒരു ഫയലാണെങ്കിൽ അതിൻ്റെ എഡിറ്റിംഗ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതല്ലെങ്കിൽ ഏത് ലൊക്കേഷനിൽ നിന്നാണ് എടുത്തത്, അങ്ങനെയുള്ള മുഴുവൻ ഡീറ്റെയിൽ അടക്കം ഇത് നമ്മുടെ മറ്റൊരു ഡിവൈസിലേക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. ഒട്ടും തന്നെ ക്വാളിറ്റി നഷ്ടമാകുകയില്ല. അപ്പോൾ ഇങ്ങനെ ഷെയർ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സെറ്റിംഗ്സ് ആണ്. സിമ്പിളായിട്ടുള്ള എന്നാൽ പവർഫുൾ ആയിട്ടുള്ളൊരു സെറ്റിംഗ്സ് തന്നെയാണ്. അപ്പോൾ എല്ലാ ഐഫോൺ യൂസേഴ്സിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്തു.